ഹലോ, ഒന്നാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും അതേപോലെ തന്നെ പേരൻസിനും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഹോങ്ക് ഹോങ്ക് ടൂട്ട് ടൂട്ട്, അതാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. ഈ ഹോങ്ക് ഹോങ്ക് ടൂട്ട് ടൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഹോണ്, വണ്ടിയുടെ ഹോണിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോങ്ക് ഹോങ്ക് എന്നുദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു പിക്ചറിൽ രണ്ട് വാഹനങ്ങളാണ് കാണുന്നത്, രണ്ട് വെഹിക്കിൾസ് ആണ് കാണുന്നത്. ഏതൊക്കെയാണ്? ബസ് ഉണ്ട്, അതേപോലെ കാറും ഉണ്ട് അല്ലേ. അപ്പോൾ ഹോങ്ക് ഹോങ്ക് എന്നുദ്ദേശിക്കുന്നത് ബസ്സിൻ്റെ ഹോണും അതേപോലെ ടൂട്ട് ടൂട്ട് എന്നുദ്ദേശിക്കുന്നത് കാറിൻ്റെ ഹോണും ആണ്. ഈ ഒരു പിക്ചറിൽ നമ്മൾ ഈ ഒരു കാറും ബസ്സും അല്ലാതെ വേറെ കുറച്ച് പേരെയും കൂടെ കാണുന്നുണ്ട് അല്ലേ. ഒരു റൂസ്റ്റർ ഉണ്ട്, അതേപോലെ ഹെൻ ഉണ്ട്. റൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവൻ കോഴി, ഹെൻ എന്ന് പറഞ്ഞാൽ പിടക്കോഴി. പിന്നെ ആരാണ്? ഒരു റാറ്റും ഉണ്ട് അല്ലേ. റാറ്റ് എന്ന് പറഞ്ഞാൽ എലി അല്ലേ. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് ഇതേ സെയിം യൂണിറ്റിൽ തന്നെ സെക്കൻഡ് ലെസണിൽ ഇവരുടെ സ്റ്റോറി നമുക്ക് പഠിക്കാനുണ്ട്. ഈ റൂസ്റ്ററിൻ്റെയും ഹെന്നിൻ്റെയും റാറ്റിൻ്റെയും ഒരു സ്റ്റോറി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്നാണ് ആ ഒരു സ്റ്റോറിയുടെ പേര്. സോ ആ ഒരു സ്റ്റോറിക്ക് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന് പറയുന്ന സ്റ്റോറിയുമായിട്ടൊരു കണക്ഷനുമുണ്ട്. അത് ഞാൻ പറയാം. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു പിക്ചറിൽ നമ്മളൊരു ബസ് കാണുന്നുണ്ട് അല്ലേ. ബസ്സിൻ്റെ കളർ എന്താണ്? ബ്ലൂ. അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് ഈസ് എ ബസ്. ഇതെന്താണ്? ഒരു ബസ്സാണ്. ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്. എന്താണ്? ഒരു ബ്ലൂ കളർ ബസ്സാണ്. എന്താണ് ബസ്സിൻ്റെ കളർ? ബ്ലൂ ആണല്ലേ. ആ ബ്ലൂ എന്നുള്ളത് എഴുതിയിരിക്കുന്നത് ബ്ലൂ കളറിൽ തന്നെയാണ്. അത് കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ് പറയുന്നത്? ദ ബസ് ഈസ് ബിഗ്. ബിഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വലുത് അല്ലേ. അപ്പോൾ ബിഗ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? വലിയതാക്കി കൊടുത്തിട്ടുണ്ട്. അതും കുട്ടികൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ബസ് ഈസ് ബിഗ്. ഈ ബസ് എന്താണ്? വലിയ ബസ്സാണ്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? ഈ ബസ്സിൻ്റെ കളർ എന്താണെന്നാണ് പറഞ്ഞത്? കുട്ടികളോട് ചോദിക്കാം കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. എന്താണ്? ബ്ലൂ ആണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് പേജ് നോക്കാം. ഈ ഒരു പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത്? ഒരു കാറാണ് അല്ലേ. നോക്കാം. ദിസ് ഇസ് എ കാർ. അപ്പം എന്താ പറയുന്നത്? ദിസ് ഇസ് എ കാർ. ഇതൊരു കാറാണ്. നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം അല്ലേ. എ റെഡ് കാർ. എന്താണ്? ഒരു റെഡ് കാറാണ്. ഒരു റെഡ് കളർ കാറാണ്. ചുവന്ന കളറുള്ള ഒരു കാറാണ് അല്ലേ. നമുക്ക് കാണാം. അത് റെഡ് എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? റെഡ് കളറിൽ, ചുവപ്പ് കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താണ് പറയുന്നത്? ദ കാർ ഇസ് സ്മോൾ. സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതാണ് അല്ലേ. ബാക്കിയുള്ള വേർഡ്സ് എല്ലാം അത്യാവശ്യം ഒരു മിനിമം വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്മോൾ എന്ന് എഴുതിയിട്ടുള്ളത് ബാക്കി എഴുതിയിട്ടുള്ളതിനേക്കാളും ചെറുതായിട്ടാണ് അല്ലേ കൊടുത്തിട്ടുള്ളത്. അത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുതാണ് എന്നുള്ളത്. അപ്പോൾ ഈ കാർ എന്താണ്? കാർ ഈസ് സ്മോൾ ആണ്, ചെറുതാണ് എന്ന് പറയാണ്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? ഈ കാറിൻ്റെ കളർ എന്താണെന്നാണ് ചോദ്യം. എന്താണ് കളറ്? റെഡ് ആണല്ലേ. കുട്ടികളോട് ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് പേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വലിയ ബ്ലൂ ബസ് കാണാം അല്ലേ. അപ്പം ഐ എം എ ബസ്, ഐ എം എ ബസ്. അപ്പം ബസ് പറയാണ് ഞാൻ ബസ്സാണ് എന്ന് പറയണത് റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. ഹോങ് ഹോങ് ബസ്. അപ്പം ഹോങ് ഹോങ് എന്ന് പറയുന്നത് എന്താണ്? ബസ്സിൻ്റെ ഹോൺ ആണ് അല്ലേ. അപ്പോൾ ഹോൺ അടിക്കുന്ന ശബ്ദം അതാണ് പറയുന്നത്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. അപ്പോൾ ഈ ബ്ലൂ ബസ്, ഈ നീല കളറുള്ള ബസ് എവിടെയാണുള്ളത്? ഈസ് ഓൺ ദ റോഡ്. റോഡിൻ്റെ മുകളിലാണ് ഉള്ളത്. Where is the bus going? ഓക്കെ, അപ്പോൾ ബസ് എങ്ങോട്ടാണ് പോകുന്നത്? വേർ, എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ചോദ്യം. എങ്ങോട്ടാണ് പോകുന്നത്? അത് കുട്ടികളോട് ചോദിക്കുക. അവരുടെ ക്രിയേറ്റിവിറ്റിക്കും അവരുടെ തോട്ടിനൊക്കെ അനുസരിച്ച് അവർ പറയട്ടെ. ഇവിടെ ബസ് പറഞ്ഞ അതേപോലെ തന്നെ കാറും പറയാണ്. എന്താ പറയുന്നത്? ഐ എം എ കാർ, ഐ എം എ കാർ. ഞാൻ കാറാണ് എന്ന് പറയാണ്. അത് റിപ്പീറ്റ് ചെയ്യാണ്. ടൂട്ട് ടൂട്ട് കാർ. അപ്പോൾ ടൂട്ട് ടൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറിൻ്റെ ആ ഒരു ഹോണടി ശബ്ദം അത് പറയാണ്. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. അപ്പോൾ ഈ റെഡ് കാർ, അതായത് ചുവന്ന കാർ എവിടെയാണുള്ളത്? ഈസ് ഓൺ ദ റോഡ്. റോഡിൻ്റെ മുകളിലാണ് ഉള്ളത് എന്ന് പറയാണ്. വേർ ഈസ് ദ കാർ ഗോയിങ്? കാർ എങ്ങോട്ടാണ് പോകുന്നത്? അതും കുട്ടികളോട് ചോദിക്കാം. നെക്സ്റ്റ് പേജിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ബ്ലൂ ബസ് പറയുന്നത്? ഐ ഹാവ് എ ഹോൺ. എനിക്ക് ഒരു
ഹോൺ ഉണ്ട് എന്ന് പറയാണ്. എന്താണ് ഹോണിന്റെ ശബ്ദം? ഹോങ് ഹോങ് ഹോൺ. ഹോങ് ഹോങ് എന്നാണ് ആ ഒരു ഹോണിന്റെ ശബ്ദം. ദ ബസ് ഹാസ് എ ഹോൺ. ഈ ബസ് എന്താണ് ഇത്? ഈ ഒരു ബസ്സിന് എന്തുണ്ട്? ഹോൺ ഉണ്ട്. ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ്. അത് എങ്ങനെയാണ് ശബ്ദമുണ്ടാക്കുന്നത്? ഹോങ് ഹോങ് എന്നാണ് അത് ശബ്ദമുണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? ഈ ഒരു ബസ്സിന് ഒരു ഹോണേ ഉള്ളോ എന്നാണ് ചോദ്യം. അതെ അല്ലേ, ഒരു ബസ്സിന് ഒരു ഹോണാണ് ഉണ്ടാവുക. നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്. ബസ്സിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കുട്ടികളോട് ചോദിക്കുക. അതാണ് ചോദിക്കുന്നത്. നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്. ബസ്സിന്റെ ബാക്കി ഭാഗങ്ങൾ, പാർട്സ് എൻ്റെ പേര് പറയാൻ വേണ്ടി പറയാണ്. എന്തൊക്കെയാണ്? ടയർ ഉണ്ട് അല്ലേ, അതുപോലെ എന്താണ് ലൈറ്റ് ഉണ്ട്, പിന്നെ എന്താണ് ഗിയർ ഉണ്ട്, ക്ലച്ച് ഉണ്ട്, പിന്നെ എന്താണ് സ്റ്റിയറിംഗ് ഉണ്ട്, ഡോർ ഉണ്ട്. അതുപോലെ എന്താണ് ഇത് കുട്ടികളോട് ചോദിക്കുക. അവര് ബസ് കണ്ടിട്ട് അതിൻ്റെ ഓരോ പാർട്സും മനസ്സിലാക്കി അവര് പറയട്ടെ. ഇനി ഇതാ നമ്മളുടെ റെഡ് കാറ് പറയണം. എന്താ പറയുന്നത്? ഐ ഹാവ് ലൈറ്റ്സ്. എനിക്ക് എന്തുണ്ട്? ലൈറ്റ്സ് ഉണ്ട് എന്ന് പറയാണ്. വൈറ്റ് ലൈറ്റ്സ്. ഏത് കളറാണ്? വൈറ്റ് കളർ, വെള്ള കളറുള്ള ലൈറ്റ്സ് ആണ് ഉള്ളത് എന്ന് പറയാണ്. നമുക്ക് ആ ഒരു കാറിൽ കാണാം അല്ലേ, ഫ്രണ്ടിൽ തന്നെ 2 ഹെഡ് ലൈറ്റ്സ് കാണുന്നില്ലേ? സോ അത് എന്താണ്? വൈറ്റ് ലൈറ്റ്സ് ആണ്. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്, ദേ ആർ വൈറ്റ്. എന്താ പറയുന്നത്? ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. നമുക്ക് കാണാം പിക്ചറിൽ. കാറിന് എന്താണ്? 2 ലൈറ്റ്സ് ഉണ്ട്. 2 ലൈറ്റ്സ്, ദേ ആർ വൈറ്റ്. അത് എങ്ങനെയാണ്? വൈറ്റ് കളറാണ്, വെള്ള കളറാണ് എന്നാണ് പറയുന്നത്. ദ കാർ ഹാസ് മെനി പാർട്സ്. കാറിന് എന്താണ്? ഒരുപാട് ഭാഗങ്ങളുണ്ട് അല്ലേ? ക്യാൻ യു നെയിം ദം? നിങ്ങൾക്കത് എന്താണ് നെയിം ചെയ്യാൻ പറ്റുമോ? പറയാൻ പറ്റുമോ ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത് എന്ന് പറയാം അല്ലേ? ബസ്സിനെ പോലെ തന്നെ എന്താണ്? ഡോർ ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, അതേപോലെ ടയർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട് അല്ലേ? അത് കുട്ടികളോട് ചോദിക്കുക. അവർ ആ ഒരു കാറിൻ്റെയും ബസ്സിൻ്റെയും ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കി അതിൻ്റെ പാർട്സും മനസ്സിലാക്കട്ടെ. ഇവിടെ നമുക്ക് ബ്ലൂ ബസ് കാണാം അല്ലേ? ബസ് എന്താണ് പറയുന്നത്? ഐ റൺ ഫാസ്റ്റ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡിലല്ലേ, വേഗത്തിൽ. ഞാൻ എന്താണ് വേഗത്തിൽ പോകും, വേഗത്തിൽ ഓടുമെന്ന് ആര് പറയാണ്? ബ്ലൂ ബസ് പറയാണ്. അപ്പൊ റെഡ് കാർ എന്താണ് പറയുന്നത്? മീ ടു. ഞാനും വേഗത്തിൽ ഓടും എന്ന് റെഡ് കാർ പറയാണ്. ഹേയ് എന്ന് ആരോ ഒന്ന് വിളിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ദ ബസ് റൺസ് ഫാസ്റ്റ്. ബസ് എന്താണ്? റൺസ് ഫാസ്റ്റ്. സ്പീഡിലാണ് ഓടുന്നത്, വേഗത്തിലാണ് ഓടുന്നത്. ദ കാർ റൺസ് ഫാസ്റ്റ്. കാറും എന്താണ്? വേഗത്തിലാണ്, സ്പീഡിലാണ് പോകുന്നത്. ദ കാർ ആൻഡ് ദ ബസ് റൺ ഫാസ്റ്റ്. കാറും ബസ്സും എന്താണ്? സ്പീഡിലാണ് പോകുന്നത്, വേഗത്തിലാണ് പോകുന്നത്. ഈസ് ഇറ്റ് ഗുഡ്? അത് നല്ലതാണോ? ആയിരിക്കില്ല അല്ലേ? എന്തുകൊണ്ടാണ്? വേഗത കൂടുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ കിട്ടില്ല അല്ലേ? ആ ഒരു വണ്ടി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. സോ അപ്പോൾ എന്ത് സംഭവിക്കും? ആക്സിഡന്റ് സംഭവിച്ചേക്കാം. നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? നമ്മളുടെ ബസ് സ്പീഡിൽ അങ്ങനെ പോവാണ്. ഹോങ് ഹോങ്, ഹേ കാർ ഗീവ് വേ. അപ്പോൾ ഹോൺ അടിക്കാണ്. ഹോങ് ഹോങ്, ഹേ കാർ ഗീവ് വേ. കാറിനെ വിളിച്ചിട്ട്, ഹേ കാർ എന്നെ വിളിച്ചിട്ട് എന്ത് പറയാണ്? ഗീവ് വേ, വഴി തരാൻ വേണ്ടി പറയാണ്. എന്തിനാണ്? ഓവർടേക്ക് ചെയ്ത് മുന്നിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ? സ്റ്റോപ്പ് ഷൗട്ട് ദ പോലീസ് ഓഫീസർ. അപ്പോൾ അവിടെ പോലീസ് ഓഫീസർ ഉണ്ട്. പോലീസ് ഓഫീസർ എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ്, നിർത്താൻ പറയാണ്. ഷൗട്ട് ദ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ ഷൗട്ട് ചെയ്തു. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ബസ് നിർത്തിയില്ല. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. കാറും നിർത്തിയില്ല. അപ്പൊ ഇവിടെ നമുക്ക് പോലീസ് ഓഫീസറെ കാണാം. ആരാണ്? ഒരു ബെയർ ആണല്ലേ പോലീസ് ഓഫീസർ. ബെയർ എന്ന് പറഞ്ഞാൽ കരടി അല്ലേ? സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവര് നിർത്തുന്നില്ല. ടൂട്ട് ടൂട്ട് യു മൂവ്. അപ്പം കാറ് ഹോൺ അടിച്ചിട്ട് മാറി നിൽക്കാൻ വേണ്ടി, മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. വാട്ട് വിൽ ഹാപ്പൻ നൗ? ഇപ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. ഇവിടെ എന്താണ് സംഭവിച്ചത്? ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. അപ്പം ബസ്സും കാറും കൂട്ടിയിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്കിവിടെ കാണാം ആ ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് വന്നിട്ട് ആ ഒരു എലിയുടെ മേത്ത് വീണിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റോറി, ഈ റോസ്റ്റർ ഉണ്ട്, അതേപോലെ എന്താണ് ഇവിടെ റാറ്റ് ഉണ്ട്, ഇവരുടെ ഒരു സ്റ്റോറിയാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ബസ്സും കാറും കൂട്ടിയിടിച്ചിട്ട് പിന്നെന്താണ് ഈ ഒരു ഹെഡ്ലൈറ്റ് വന്ന് വീണിട്ടുള്ള ഭാഗം നമുക്ക് അടുത്ത സ്റ്റോറിയിൽ പഠിക്കാനുണ്ട്. സോ അതാണ് ഈ ഒരു 2 സ്റ്റോറിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് ഫസ്റ്റ് പറഞ്ഞല്ലോ, അതാണ് കേട്ടോ കണക്ഷൻ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഇവിടെ എന്താണ്? വേർ ഇസ് ദ പോലീസ് ഓഫീസർ? ഈ പോലീസ് ഓഫീസർ ഇപ്പോൾ എവിടെയാണുള്ളത്? കാറിൻ്റെയും ബസ്സിൻ്റെയും അടുത്താണല്ലോ ഉള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു?
ഈ പോലീസ് ഓഫീസർ ഇനിയിപ്പം എന്തായിരിക്കും ചെയ്യാൻ പോവുക, എന്തായിരിക്കും ഈ ഒരു കാറിൻ്റെയും ബസ്സിനും എതിരായിട്ട് ആക്ഷൻ എടുക്കണ്ടാവും അല്ലേ. സോ അത് കുട്ടികളോട് ചോദിക്കുക, അവരുടെ പിന്നെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം സ്പീഡിലല്ല അവർ ആ ഒരു കാറും ബസ്സും വന്നിട്ടുണ്ടായിരുന്നത് എങ്കിൽ, അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അവർ പതിയെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുമോ? ഇല്ല അല്ലേ. സോ അത് കുട്ടികളോട് ചോദിക്കുക. ഇവിടെ എന്താണ്, ആ ഒരു ബസ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അല്ലേ. ഔച്ച് മൈ ഹോൺ, എന്താ പറയുന്നത്, അയ്യോ എൻ്റെ ഹോണ് ഹോൺ എന്തായിട്ടുണ്ട്, താഴെ വീണ് പോയിട്ടുണ്ട് അല്ലേ. ദ ഹോൺ ഫെൽ ഡൗൺ, ഹോണ് താഴെ വീണ് പോയിട്ടുണ്ട്. ആരുടെ, നമ്മളുടെ ബ്ലൂ ബസ്സിൻ്റെ. അതേപോലെയോ ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ, കാറിൻ്റെ ലൈറ്റും താഴെ വീണ് പോയിട്ടുണ്ട് അല്ലേ. ഇപ്പം കാറിൻ്റെ അവസ്ഥ എന്താണ്, കാർ എന്താണ് പറയുന്നത്, ഓ മൈ ലൈറ്റ്, അയ്യോ എൻ്റെ ലൈറ്റ്, ഹെഡ്ലൈറ്റ് പോയില്ലേ. 2 ലൈറ്റ് ഉണ്ടായിരുന്നു, 1 ലൈറ്റ് പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ലൈറ്റ് എന്ന് ആര് പറയാണ്, റെഡ് കാർ സങ്കടപ്പെട്ട് പറയാണ്. വാട്ട് ഹാപ്പൻ ടു ദ ബസ്, ബസ്സിന് എന്താണ് സംഭവിച്ചത്, ബസ്സിൻ്റെ ഹോണ് താഴെ പോയിട്ടുണ്ട് അല്ലേ. വാട്ട് ഹാപ്പൻ ടു ദ കാർ, കാറിന് എന്താണ് സംഭവിച്ചത്, കാറിൻ്റെ ഹെഡ്ലൈറ്റ് പോയിട്ടുണ്ട്, 1 ഹെഡ്ലൈറ്റ് പോയിട്ടുണ്ട്. 2 ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ 1 കാണുന്നുള്ളൂ അല്ലേ. അതാണ് ആൻസർ. ബ്ലൂ ബസ് എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇപ്പോൾ ഇവിടെ ഇവർ കുറ്റപ്പെടുത്തുകയാണ് പരസ്പരം. ബ്ലൂ ബസ് പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇത് നിന്റെ തെറ്റാണ്, അതായത് കാറും ബസ്സും കൂട്ടിയിടിച്ചത് നിന്റെ തെറ്റാണ് എന്ന് ബ്ലൂ ബസ് ആരോട് പറയാണ്, റെഡ് കാറിനോട് പറയാണ്. കാർ എന്താ പറയുന്നത് നോക്കാം. നോ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ കാർ പറയാണ് നോ അല്ല, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇത് നിന്റെ മിസ്റ്റേക്ക് ആണ് എന്ന് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. ദ ബസ് ഈസ് ആംഗ്രി, ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം, ബസ്സിന് എന്താണ് ദേഷ്യം വന്നു, ബസ് ഈസ് ആംഗ്രി. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി, കാറും എന്താണ് വളരെ ദേഷ്യത്തിലാണ്, കാറിനും ദേഷ്യം വന്നു. വൈ ഈസ് ദ ബസ് ആംഗ്രി, എന്തുകൊണ്ടാണ് ബസ് ആംഗ്രി ആയത്, ബസ്സിന് ദേഷ്യം വന്നത് എന്തുകൊണ്ടാണ്, ബസ്സിൻ്റെ ഹോൺ പോയല്ലേ. വൈ ഈസ് ദ കാർ ആംഗ്രി, എന്തുകൊണ്ടാണ് കാറിന് ദേഷ്യം വന്നത്, എന്തുകൊണ്ടാണ് കാറിൻ്റെ ഹെഡ്ലൈറ്റ് പോയല്ലേ. ഇവിടെ ബസ്സിനോട് പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇത് നിന്റെ മിസ്റ്റേക്ക് ആണ് എന്ന് പറയാണ്. ഐ എം സോറി സാർ. അപ്പം ബസ് എന്ത് ചെയ്യാണ്, സോറി പറയാണ്, ക്ഷമിക്കണം എന്ന് പറയാണ്. ബസ്സിൻ്റെ ആ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ട് സോറി പറയാണ് ബസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പേജിൽ എന്താണ്, ആ ഒരു ബെയർ, അതായത് ആ ഒരു പോലീസ് ഓഫീസർ ഇവിടെ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു, ഇത് നിന്റെ കൂടി മിസ്റ്റേക്ക് ആണ് എന്ന് റെഡ് കാറിനോട് പറയുന്നുണ്ട്. അപ്പോൾ റെഡ് കാർ എന്ത് പറയാണ്, സോറി സാർ, സോറി ക്ഷമിക്കണം എന്ന് പറയാണ്. അപ്പം 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ആര് പറയുന്നതാണ്, ഈ ഒരു പോലീസ് ഓഫീസർ പറയാണ്. ഹു മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്, ആരാണ് ഈ ഒരു തെറ്റ് റോഡിൽ ചെയ്തത്, ആരാണ്, കാറിൻ്റെ ഭാഗത്തും ബസ്സിൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലേ. 2 പേരും സ്പീഡിലാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്. വാട്ട് ഡസ് എ പോലീസ് ഓഫീസർ സേ, പോലീസ് ഓഫീസർ എന്താണ് പറഞ്ഞത്, 2 പേരെയും പറയുന്നുണ്ട് അല്ലേ. ബസ്സിനോട് പറഞ്ഞു നിന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു, കാറിനോട് പറഞ്ഞു നിൻ്റെയും കൂടി മിസ്റ്റേക്ക് ആണ്. അപ്പോൾ 2 പേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പോലീസ് ഓഫീസർ പറയാണ്. നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാം ഒരു മങ്കി ആ ഒരു ഹോൺ എടുത്തിട്ട് ബസ്സിന് വെച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. ഹിയർ ഈസ് യുവർ ഹോൺ എന്ന് പറയുന്നുണ്ട്. ഹോൺ പിന്നെ ആരാണ് പറയുന്നത്, മങ്കി പറയാണ് ഹോൺ വെച്ച് കൊടുത്തിട്ട് ഇതാ നിൻ്റെ ഹോൺ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് സ്ഥലത്ത് വെച്ച് കൊടുത്തു. ഹു ഹെൽപ്സ് ദ ബസ്, ആരാണ് ബസ്സിനെ ഹെൽപ്പ് ചെയ്ത്, ആരാണ് നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാം, മങ്കിയാണ് അല്ലേ. ഹു ഹെൽപ്സ് ദ കാർ, ആരാണ് കാറിനെ ഹെൽപ്പ് ചെയ്തത്, അത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാം അല്ലേ, ഒരു കൗ അതായത് പശു ആ ഒരു ഹെഡ്ലൈറ്റ് ആ കാറിന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ഹിയർ ഈസ് യുവർ ലൈറ്റ്, ഇതാ നിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് വെച്ച് കൊടുക്കുകയാണ്. ദ ഹോൺ ഈസ് റെഡി, അപ്പോൾ ഹോൺ റെഡിയായി. ദ ലൈറ്റ് ഈസ് റെഡി, ലൈറ്റും റെഡിയായി. ബസ്സിൻ്റെ ഹോണും കാറിൻ്റെ ലൈറ്റും റെഡിയാക്കി കൊടുത്തു. ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി, ബസ്സും കാറും ഹാപ്പിയായി. അതായത് അവർക്ക് 2 പേർക്കും എന്താണ്, സന്തോഷമായി, കാരണം ബസ്സിൻ്റെ ഹോണും റെഡിയായി, കാറിൻ്റെ എന്താണ് ഹെഡ്ലൈറ്റും റെഡിയായി. അപ്പോൾ എന്താണ് കാറ് എന്ത് പറയാണ്, താങ്ക് യു സർ, താങ്ക് യു പറയാണ് ആ ഒരു പോലീസ് ഓഫീസറോട്. അപ്പോൾ പോലീസ് ഓഫീസർ പറയാണ് ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്, ഇനി ഇത് ആവർത്തിക്കരുത്. അപ്പോൾ ബ്ലൂ ബസ് പറയാണ് ബൈ സർ, അപ്പം ബൈ പറഞ്ഞിട്ട് ബ്ലൂ ബസ് പോവാണ്. വിൽ ദേ ഗോ ഫാസ്റ്റ് നൗ, ഇപ്പോൾ അവർ എന്താണ് സ്പീഡിൽ പോവോ, വേഗത്തിൽ പോവോ എന്നുള്ളതാണ് ചോദ്യം. പോവോ, ഇല്ല അല്ലേ, അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. സോ ഇനി അവർ എന്താണ് ഫാസ്റ്റായിട്ട് പോവില്ല.
ഇനി നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു കവിതയുണ്ട്, അത് നോക്കാം. ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്. അപ്പം ഗ്രീൻ ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ചപ്പ് നിറഞ്ഞ ആ ഒരു ട്രീസ്, മരങ്ങൾ അല്ലേ. അപ്പോൾ പച്ച കളറുള്ള ആ ഒരു മരങ്ങളോട് പറയാണ് യു ആർ സോ നൈസ്, നിങ്ങൾ എന്താണ്? വളരെ നൈസ് ആണ്. നൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്യൂട്ടിഫുൾ അല്ലേ, ബ്യൂട്ടിഫുൾ ആണ്. ഐ എം സോ ഹാപ്പി ടു സീ യു ഓൾ. എനിക്ക് എന്താണ്? നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷവാനാണ് എന്ന് പറയാണ്. ബ്ലൂ ബേർഡ്സ്, നീല കളറുള്ള പക്ഷികളെയാണ് പറയുന്നത്, നീല കളറുള്ള ബേർഡ്സിനെ, പക്ഷികളെ. യു ആർ സോ നൈസ്, നിങ്ങളും എന്താണ്? ബ്യൂട്ടിഫുൾ ആണ്. ഐ എം സോ ഹാപ്പി ടു സീ യു ഓൾ, ഞാൻ എന്താണ്? നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഹാപ്പിയാണ്, സന്തോഷവാനാണ് എന്ന് പറയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.